നാളെ രാധികയുടെ ഒരു ഒപ്പ് പതിഞ്ഞു കിട്ടിയ ശ്യാമ വാരിക്കൂട്ടി വച്ചിരിക്കുന്ന സകല സമ്പത്തും പിന്നെ എന്റെ പേരില. അതോടെ നമ്മൾ ഇവിടുന്ന് നാടുവിടുന്നു. പിന്നെ നമ്മൾ പുതുതായി എടുക്കുന്ന ഫാം ഹൗസിൽ കുറച്ചു കാലം, ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ചു കാലം. കേട്ടോ മാലിനി? ആയിക്കോട്ടെ മാഡം. എപ്പോഴൊക്കെയോ ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉള്ളതൊക്കെ ഞാൻ നിനക്ക് എഴുതി തരാം, എന്റെ മകളെ കണ്ടുപിടിച്ചു തന്നാ മാത്രം മതിയെന്ന്. കണ്ടെത്തിയ മകൾക്കാവട്ടെ സ്വത്തിനോട് ഒരു തരിമ്പ് പോലും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ? സമ്പത്ത് ആവശ്യമുള്ള നമ്മൾ, സമ്പത്ത് ഉപയോഗിക്കാൻ അറിയാവുന്ന നമ്മൾ അതിങ് ഏറ്റെടുക്കുന്നു. മനസമാധാനവും സന്തോഷവും ശ്യാമയ്ക്കും മകൾക്കും വിട്ടുകൊടുക്കുന്നു. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇന്നുകൂടി നമ്മൾ സ്വപ്നങ്ങൾ കാണും. നാളെ മുതൽ സ്വപ്നങ്ങളില്ല. കാരണം നാളെ മുതൽ ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാ. അതെ, ഇറങ്ങി കൊടയൊന്ന് പിടിച്ച്. വാ. വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വാ. മാഡം മാഡം ഒരു സെൽഫി എടുത്തോട്ടോ മാഡം. വേണ്ട, സെൽഫി എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ് മാഡം. ഡോ, തന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ? തന്നെ പോലുള്ളവരുമായിട്ട് ഒരു ഫ്രെയിമിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോവാനാ പറഞ്ഞത്. മാഡം ജ്യൂസ്. ആ ആ ആ ലിസ്റ്റ് അങ്ങ് എടുത്ത് കൊടുത്തേ. അതെ, എനിക്ക് വേണ്ട മെനുവാ. എല്ലാം കൃത്യമായിട്ട് എത്തിക്കണം. കേട്ടല്ലോ? ചെല്ല്. ഹലോ. ഹലോ മോളെ, ഞാനിവിടെ ലൊക്കേഷന്റെ പുറത്തുണ്ട്. നമുക്ക് ഉടനെ തന്നെ രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തണമല്ലോ. ഞാൻ പ്രിയയോടൊന്ന് സംസാരിക്കട്ടെ. പ്രിയേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫിദ മാഡത്തിന്റെ ഒരു കാര്യത്തിന് കൂടെ ചെല്ലണമെന്ന്? മാഡം ആയിപ്പ വിളിച്ചത്. എനിക്കൊന്ന് പോയിട്ട് വരണമായിരുന്നു. അപ്പൊ എന്റെ കാര്യമൊക്കെ ആര് നോക്കും? ഫിദ മാഡത്തിന്റെ കാര്യമായതുകൊണ്ടാ. നീ നൃത്തം പഠിക്കുന്ന കാര്യമൊക്കെ കണിമംഗലത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോ ശരി ശരി, പോയിട്ടോ. ഒരുപാട് വൈകാനൊന്നും പാടില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണം. ശരി.
ഓർക്കുമ്പോ കഷ്ടമാ. ഇവൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കാവല് കിടക്കാന്ന് പറഞ്ഞ ദേഷ്യപ്പെടല്ലേ മേഡം, എല്ലാം മേഡത്തിന് വേണ്ടിയല്ലേ. അതാ സഹിക്കുന്നത്. ദേ രാധിക വരുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് തിരിച്ചെത്തണം കേട്ടോ. മോളെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടാക്കാം. ഇതിന് ഒരല്പസമയം മാത്രം മതി. മോള് വണ്ടി കയറിക്കും. പോയെടുത്തേ. ശ്യാമേ, സാധാരണ മ്യൂസിക് റെക്കോർഡിന് ഇറങ്ങുമ്പോ മുഖത്ത് കാണുന്ന ഉന്മേഷം എന്നില്ലല്ലോ, എന്തുപറ്റി? വേണമെങ്കിൽ അതൊരു അമ്മയുടെ കുശുമ്പാണെന്നൊക്കെ പറയാം. പാടുന്നത് എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ടല്ലേ, പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ടാ. അതാലോചിക്കുമ്പോ എന്തോ ഒരു... ഗായകർക്ക് അങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ആർക്കായാലും പാട്ട് നന്നായിട്ട് പാടണം, അത്രേ ഉള്ളൂ. പാടുന്നത് സിൻസിയറായിട്ട് ചെയ്യും. മനസ്സിൽ തോന്നിയത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞു എന്ന് മാത്രം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മാഡം ഞങ്ങളോട് ക്ഷമിക്കണം. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനവുമായി ഞങ്ങൾ ഛത്തീസ്ഗഡ് വരെ ഒന്ന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മാഡത്തിനെ ബന്ധപ്പെടാൻ കഴിയാത്തത്. ഉത്തമൻ പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ ഏട്ടത്തിയോട് പറയുകയും ചെയ്തിരുന്നു. ദേ, ഇത് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയാ. മാഡത്തിന് പരിചയമുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. ഓർക്കാൻ വിധത്തില് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല മേഡം, പക്ഷേ മേഡത്തിന്റെ കാര്യമൊക്കെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്താ ഉത്തമ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത് മാഡം, അന്ന് പ്രകൃതി ദുരന്തത്തില് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? 5 കുടുംബങ്ങൾക്കുള്ള ഭൂമി മാഡം ഏറ്റിട്ടുണ്ടായിരുന്നു. അതിനെന്താ, നിങ്ങളല്ലേ വരാത്തത്? സത്യത്തിൽ അതിന്റെ കാര്യത്തിനാ വന്നത്. ഇന്ന് മാഡം ഫ്രീ ആണെങ്കിൽ രജിസ്ട്രേഷന്റെ കാര്യത്തിന് പോകാമായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെയാണോ ഒരു കാര്യത്തിന് ശ്യാമയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്? ഇതൊക്കെ ഒന്ന് നേരത്തെ വിളിച്ചു പറയണ്ടേ? അത് ക്ഷമിക്കണം മാഡം, ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിനാ എത്തിയത്. ഉത്തമ, ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ഒരു റെക്കോർഡിങ്ങിന് ഇറങ്ങാം. ഒരു കാര്യം ചെയ്യോ, നാളേക്കോ മറ്റന്നാളത്തേക്കോ അത് പ്ലാൻ ചെയ്തോ? അല്ല മാഡം, നാളെ റവന്യൂ മിനിസ്റ്ററുടെ ഒരു യോഗമുണ്ട്. ഇന്ന് രജിസ്ട്രേഷൻ കഴിയുകയാണെങ്കിൽ നാളെ അവർക്ക് ഭൂമി കൈമാറുന്ന പോലൊരു ചടങ്ങ് കണക്ട് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടാ. എനിക്കിപ്പോൾ അവരോട് വിളിച്ച് എക്സ്ക്യൂസ് ഒന്നും പറയാൻ പറ്റില്ല. അത് കമ്മിറ്റഡ് ആണ്. സോ നാളെ വെച്ചോളൂ. എങ്കിൽ പിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല മാഡം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വൈകുന്നേരം വിളിക്കുകയോ നേരിട്ട് വരികയോ ചെയ്യാം. ശരി മാഡം. ശരി, ആയിക്കോട്ടെ, പോവാം. ശ്യാമ, കുറച്ച് ഫ്രീഡം കൊടുക്കുന്നുണ്ടോ ഇവർക്ക് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സാരമില്ല അടുത്തേ, പാവങ്ങളുടെ കാര്യമല്ലേ. ആരുടെ കാര്യമായാലും അവരെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. എന്റെ സ്ഥാനത്ത് ഐശ്വര്യ ശ്യാമയുടെ കൂടെയെങ്കില് ഇപ്പൊ അവരോട് ബഹളം വെച്ചേനെ. അത് സത്യം. അതുകൊണ്ടാണല്ലോ ഐശ്വര്യടുത്തിയെ ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാത്തെ. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചല്ലല്ലോ ചിന്തിക്കേണ്ടത്. അത് ആർക്കാണോ കിട്ടുന്നത്
അവരെക്കുറിച്ചല്ലേ? ശരി ശരി, ഞാനൊന്നും പറയുന്നില്ല. ശ്യാം ഇവിടെ നിന്നോളൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ, ശ്യാമേ, എന്താ അടുത്തി? കണ്ടോ ആ വിളക്ക് മറിഞ്ഞു കിടക്കുന്നത്? എന്തോ ഒരാപത്തുണ്ടല്ലോ. എന്തു പറ്റി? എന്തോ കംപ്ലൈന്റ് ആണ് മാഡം, ഞാനൊന്ന് നോക്കട്ടെ. ആ, എടുത്തേ. ആ വിളക്കൊന്ന് കൊളുത്തു. എത്ര നേരമായി. മാഡം, ഇതിൽ ഇനി യാത്ര നടക്കും തോന്നുന്നില്ല. നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴാ ഇതൊക്കെ തനിക്ക് നേരത്തെ നോക്കി വെച്ചൂടെ? എഞ്ചിന്റെ കാര്യമല്ലേ മാഡം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ, പെട്ടെന്ന് വേറെ ഏതെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്യാൻ നോക്ക്. ഓക്കെ. തടസ്സങ്ങളേ ഉള്ളൂ. അതെങ്ങനെയാ? ആ അമ്മ എന്ന് പറയുന്ന ഒരുത്തി പ്രാർത്ഥിച്ച് ദൈവങ്ങളൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. മോളെ, ടെൻഷൻ വേണ്ട കേട്ടോ. വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. എടുത്തേ. ആ രജിസ്ട്രേഷൻ നമ്മൾ പോവാതിരുന്നത് തെറ്റായി പോയെന്ന് തോന്നുന്നു. നാളെ പോകാന്ന് പറഞ്ഞല്ലോ. പോവാം, പക്ഷേ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാത്തിനും ശകനം നോക്കിയാലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാ ശകുനങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ തള്ളിക്കളയാൻ പറ്റുക? ആ റെക്കോർഡിങ്ങിന് എന്തായാലും മാറ്റാൻ പറ്റില്ല. അവർക്ക് സോങ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ.
എന്തുപറ്റി മോൾക്ക്? വണ്ടി റിപ്പയർ ആയപ്പോ ടെൻഷനായോ? ഏയ് ഒന്നുമില്ല. അല്ല, പെട്ടെന്ന് തിരിച്ചു വന്ന കാര്യം ആലോചിച്ചപ്പോ ഒരു ഒപ്പിന്റെ കാര്യല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ മോള് തിരിച്ചു പോയിക്കോളൂ. ഡ്രൈവർ, ഒന്ന് വണ്ടി വേഗം വിട്ടെ. ശ്യാമേ, എടുത്തി നമ്മൾ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാൻ പോവാ. ഇന്ന് തന്നെ കൗൺസിലർ ഉത്തമനെ വിളിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാൻ പറയാം. അപ്പൊ റെക്കോർഡിങ്? ഈ പാട്ട് ഞാൻ പാടുന്നില്ല. എന്താ ശ്യാമേ പറയുന്നേ? രജിസ്ട്രേഷൻ കഴിഞ്ഞ് റെക്കോർഡിംഗ് സെക്ഷനിലേക്ക് പോകാൻ പറ്റൂ. ഈവനിങ്ങിലേക്ക് മാറ്റട്ടെ? അതല്ല എടുത്തി, ഈ പാട്ട് രാധിക മോളെ കൊണ്ട് പാടിച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഗ്യാരണ്ടി കൊടുത്ത ജഗദീഷ് ആ പ്രൊഡ്യൂസറും സമ്മതിക്കും. മാത്രമല്ല രാധിക മോക്ക് ഇപ്പൊ അങ്ങനൊരു മാറ്റം ആവശ്യം. പാടുന്നില്ലെന്ന് കേട്ടപ്പോ ഞാനൊന്ന് പരിഭ്രമിച്ചു. പക്ഷെ ശ്യാമയ്ക്ക് പകരം രാധിക പാടുന്നെന്ന് കേട്ടപ്പോ അത് സന്തോഷമുള്ള കാര്യം. മോള് തന്നെ പാടട്ടെ. ഇപ്പോ ഈ ഫൈറ്റ് സീന്റെ ബഡ്ജറ്റ് അല്പം കുറയ്ക്കേണ്ടി വരും. ഇല്ല, കൈ നിൽക്കില്ല. ക്ലൈമാക്സ് ഫൈറ്റ് അല്ലേ സാർ? അവിടെ എന്തെങ്കിലും എക്സസ് വന്നാലും ബാക്കിയുള്ള ഭാഗത്ത് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാനത് ഏറ്റു. ഓക്കെ, എന്നാ എനിക്ക് കുഴപ്പമില്ല. ശ്യാമ മേഡം സ്റ്റുഡിയോയിലേക്ക് പുറപ്പെട്ടെന്ന് തോന്നുന്നു. ഹലോ മാഡം. ആ ജഗദീഷ്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചേ. എന്താ മാഡം? എനിക്ക് ത്രോട്ടിനൊരു ബുദ്ധിമുട്ട്. കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ വോയിസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അയ്യോ മാഡം, നാളെ റെക്കോർഡിംഗ് കഴിഞ്ഞ സോങ് കിട്ടുമെന്ന രീതിയിൽ ആർട്ടിസ്റ്റുകളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ആ ജഗദീഷ് ടെൻഷനാവാതിരിക്കും. സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് പകരം മറ്റൊരാളെ കൊണ്ട് അത് നടക്കില്ല മാഡം. എനിക്കത് മാഡം തന്നെ പാടിത്തരണം. ഇവിടെ ഷൂട്ടിംഗ് മാറ്റിവെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുമായിരിക്കും. ജഗദീഷ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പ്രൊഡ്യൂസർ എവിടെയുണ്ട്? പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട് മാഡം. ആ എങ്കിൽ ഫോണൊന്ന് സ്പീക്കറിലിടും, രണ്ടുപേർക്കും കൂടി കേൾക്കാമല്ലോ. ശരി മാഡം. സാർ, മാഡത്തിൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ച് പറയാനാ. പറഞ്ഞോളൂ മാഡം. ഞാൻ രാവിലെ റെക്കോർഡിങ്ങിന് പോകാൻ റെഡിയായതാ. പെട്ടെന്ന് വോയിസിനൊരു സ്ക്രാച്ച് പോലെ. അങ്ങനെ പാടുന്നത് ശരിയല്ലല്ലോ. ജഗദീഷും പ്രൊഡ്യൂസറും ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരാളെ ശുപാർശ ചെയ്യാം. അല്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്നെക്കാളും നന്നായിട്ട് ആ കുട്ടി പാടും. എന്താ മേഡം ഈ പറയുന്നത്? മേഡത്തിനേക്കാൾ നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാ ഇതെന്താ കെട്ടുകഥയാണോ? കെട്ടുകഥയൊന്നുമല്ല. പിന്നെ ആ കുട്ടി പാടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പാടിത്തരുകയും ചെയ്യും. അതുവരെ വന്ന നഷ്ടം ഞാൻ തന്നെ തന്നേക്കാം. അയ്യോ, അതൊന്നും വേണ്ട മേഡം. എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി താനൊന്ന്. അതുകൊണ്ടല്ല മേഡം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചവർ തന്നെ കൂടെ ഉണ്ടാവണമെന്നല്ല വിചാരിക്കുക. അതുകൊണ്ടാ ഈ കുട്ടിയെ കൊണ്ട് പാടിച്ച നാളെ ജഗദീഷിന് അതിന്റെ പേരിൽ അഭിമാനിക്കാൻ പറ്റും. ശുപാർശ ചെയ്ത എനിക്കും. ശരി മാഡം. മേഡം ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചോളൂ. നാട്ടിൽ തന്നെയുള്ള കുട്ടിയല്ലേ മേഡം? വിളിച്ച ഇന്ന് തന്നെ റെക്കോർഡിംഗ് നടക്കുമല്ലോ. തീർച്ചയായിട്ടും നടക്കും.
ഞാനിപ്പോ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചുതരാം. സാധാരണ ഒരാളുടെ കാര്യത്തിൽ ശ്യാമ മേഡം കയറി ഇത്രയ്ക്കങ്ങ് ഉറപ്പ് പറയില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം സാർ. ഓക്കെ. ആ, കൗൺസിലറെ വിളിച്ചോ? ഓക്കെ, നമ്മൾ അങ്ങോട്ട് ചെന്നാ മതി. രണ്ട് നല്ല കാര്യങ്ങളും ഒപ്പം നടക്കട്ടെ. ഭഗവാൻ നിമിത്തം കാണിച്ചത് അതിനായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി എന്റെ മോള് പാട്ടുപാടാൻ പോവാ. അമ്മ ഒരുക്കി കൊടുത്ത വഴിയിലൂടെ അവള് മുന്നോട്ട് വരട്ടെ. ആ കുട്ടി ആരായാലും ഭാഗ്യവതിയാ. ശ്യാമ മേഡം ഇത്രയൊക്കെ പറഞ്ഞില്ലേ? വന്നിട്ടുണ്ട് സാർ. എന്തു പറ്റി സാർ ഇത് നോക്കിയേ. ഏ? ഇത് നമ്മുടെ ഹീറോയിന്റെ ആയല്ലേ? അതെ. ഇതെങ്ങനെ? ഇത്ര കഴിവുള്ള കുട്ടിയാണെങ്കിൽ ഇതുപോലൊരു ജോലിക്ക് വന്നിക്കോ? നമുക്ക് അറിഞ്ഞുകൂടല്ലോ സാർ, അവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എടോ, താനൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ കുട്ടി ശ്യാമ മേഡത്തിനെ പോലെ തന്നെയല്ലേ? നിറത്തിന്റെ ഒരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അത് ആ കുട്ടി ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചാണ് സാർ. ശ്യാമ മേഡത്തിനെ പോലെ തന്നെ ഉണ്ടാവുക, ശ്യാമ മേഡം ഇത്രയും കാര്യമായി ശുപാർശ ചെയ്യുക, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. നമ്മളത് നോക്കേണ്ട കാര്യമില്ല സാർ. നമുക്ക് ഈ കുട്ടിയെ വെച്ച് തന്നെ മൂവ് ചെയ്യാം.